ലെബനനിൽ കരയുദ്ധവും പരിഗണനയിലെന്ന് ഇസ്രായേൽ. വടക്കൻ അതിർത്തിയിൽ 1,00,000-ഓളം റിസർവ് സൈന്യത്തെ വിന്യസിച്ചെന്ന് പറയുകയാണ് ഇസ്രായേൽ. പ്രതിരോധത്തിനും ആക്രമണത്തിനും തയ്യാറാണെന്നും സൈന്യം അറിയിക്കുന്നു. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, ഇറാന് പിന്തുണ നൽകിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. ഇസ്രായേൽ വലിയ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷേ ഇപ്പോഴാ ലെബനനിലേക്ക് കരയുദ്ധം നടത്താൻ പോകുന്നു. ഹിസ്ബുള്ള തലവരെ തന്നെ വധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട്, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലിലെ. വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണം തുടങ്ങിയത് പിന്നാലെ ഇറാന് പുറമെ ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അമേരിക്കൻ എംബസി തന്നെ, ബഹ്റൈനിലെ അമേരിക്കൻ എംബസി തന്നെ പറഞ്ഞത് അമേരിക്കൻ പൗരന്മാരെ ലക്ഷ്യമിടുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളെ ആണ് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയും ഹൂതികളും നിരന്തരം ഇസ്രായേലിന് തലവേദന സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നേരത്തെയുള്ള എല്ലാവിധ വെടിനിർത്തൽ കരാറുകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ലെബനിലേക്ക് ഒരു കടന്നുകയറ്റത്തിന്, അധിനിവേശത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന ഇസ്രായേൽ നൽകുന്നത്. എല്ലാത്തരം ആക്രമണ സാധ്യതകളും പരിഗണനയിലാണ്. അതിൻ്റെ ഭാഗമായാണ് വടക്കൻ ബോർഡറിൽ 1,00,000-ഓളം റിസർവ് സൈന്യത്തെ വിന്യസിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടി അവർ പുറത്തുവിടുന്നത്. മാത്രമല്ല ഇസ്രായേൽ കാറ്റ്സ്, ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ കൂടിയായിട്ടുള്ള നൈം കസിം അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്, അദ്ദേഹത്തെ വധിക്കുമെന്നുള്ള ഒരു വാണിംഗ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. നമുക്കറിയാം സെപ്റ്റംബർ 27 കഴിഞ്ഞ തവണ ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ സമയത്താണ് ഹസൻ നസ്രുള്ള എന്ന ദീർഘകാലമായി ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസ്രുള്ളയെ ഇറാൻ വകവരുത്തുന്നത്, ബോംബാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത ഹിസ്ബുള്ള നേതാവിനെയും കൊലപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് ഉടൻ തന്നെ ഒരു കരയുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നില്ല, അത് പരിഗണനയിലുള്ള കാര്യം മാത്രമാണ്, ഉടൻ അതുണ്ടാവില്ല എന്ന് പറയുമ്പോൾ പോലും തൊട്ടടുത്ത ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനനിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന്, ഒരു ഗ്രൗണ്ട് ഇൻവേഷന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വ്യാപകമായ രീതിയിൽ ലെബനനിൽ ആക്രമണം നടത്തുന്നത്. 31 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുള്ള സുപ്രധാനമായ കാരണം വിവിധ മേഖലകളിൽ നിന്ന് ഇറാൻ്റെ അയൺ ഡോമിനെ പോലും കൺഫ്യൂഷനാക്കുന്ന തരത്തിൽ, അതിനെ തകർക്കുന്ന രീതിയിൽ ഇറാനൊപ്പം തന്നെ ഈ ഹൂതികളും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് വിനീത.